നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാനുമായി നടന്നു പോകുന്ന വൻ സൈനിക ഏറ്റുമുട്ടലുകൾ അമേരിക്കൻ ആഭ്യന്തര വിപണിയെയും ജനജീവിതത്തെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിനിടയിൽ വിലക്കയറ്റത്തെ താൻ സ്നേഹിക്കുന്നുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസാധാരണ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിതുറക്കുന്നു. US ഉപഭോക്തൃ വിലസൂചിക പ്രകാരം കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് മെയ് മാസത്തിൽ വിലക്കയറ്റം രേഖപ്പെടുത്തിയത്. ഏപ്രിലിൽ 3.8% പണപ്പെരുപ്പ നിരക്ക് മെയ് മാസത്തിൽ 4.2% ഉയർന്നതെന്ന് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ വൈറ്റ് ഹൗസിൽ വാർത്താ സമ്മേളനത്തിനിടെ ഈ കണക്കുകളോട് പ്രതികരിക്കവേ ഈ സംഖ്യകൾ മികച്ചതാണെന്നും താൻ പണപ്പെരുപ്പത്തെ ശരിക്കും ഇഷ്ടപ്പെടുന്നുവെന്നാണ് ട്രംപ് പ്രസ്താവന നടത്തിയത്. ട്രംപിന്റെ ഈ വിവാദ പരാമർശം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ജനങ്ങളോടുള്ള ട്രംപിന്റെ കടുത്ത അവഗണനയുടെ തെളിവാണ് ഈ വാക്കുകളെന്ന് സെനറ്റിലെ ഡെമോക്രാറ്റിക് ലീഡർ ചക്ക് ഷൂമർ കുറ്റപ്പെടുത്തി. എന്നാൽ തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് പിന്നീട് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വിശദീകരിച്ചു. ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ സാഹചര്യത്തിലും രാജ്യം നേരിടുന്ന വിലക്കയറ്റം തങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചതിനേക്കാൾ വളരെ കുറവാണെന്ന അർത്ഥത്തിലാണ് താൻ അങ്ങനെ സംസാരിച്ചത് എന്നാണ് ട്രംപിന്റെ പുതിയ ന്യായീകരണം. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് 2022 രേഖപ്പെടുത്തിയ 9.1% എന്ന ഉയർന്ന നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാണെന്നും ട്രംപിന് അനുകൂലികൾ വാദിക്കുന്നുണ്ട്. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കങ്ങൾ കാരണം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നതാണ് അമേരിക്കയിലെ പുതിയ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. ഫെബ്രുവരി 28-ന് ട്രംപ് ഇറാനെതിരെ ആദ്യമായി വ്യോമാക്രമണം പ്രഖ്യാപിച്ച സമയത്ത് US ഒരു ഗാലൻ പെട്രോളിന് $2.98 മാത്രമായിരുന്ന വില ഇപ്പോൾ $4.15 കുതിച്ചുയർന്നിരിക്കുകയാണ്. മെയ് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഗ്യാസ്, വൈദ്യുതി ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ആകെ ഊർജ്ജ ബില്ലുകളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 0.25% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ധനവിലയ്ക്ക് പുറമെ വിമാന ടിക്കറ്റ് നിരക്കുകൾ, ചികിത്സാ ചെലവുകൾ, വിനോദ വിനിമയ മേഖലകൾ എന്നിവയിലും വലിയ രീതിയിലുള്ള വിലവർധനവാണ് സാധാരണ ജനങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ വിപണിയിലെ ഈ വിലക്കയറ്റം താൽക്കാലികം മാത്രമാണെന്നും ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുന്നതോടെ വിലയെല്ലാം ഒരു പാറക്കല്ല് പോലെ കുത്തനെ താഴേക്ക് പതിക്കുമെന്നാണ് ട്രംപ് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ്. കഴിഞ്ഞ രാത്രിയിൽ US സൈന്യം ഇറാനിൽ നടത്തിയ മിന്നൽ ഓപ്പറേഷനിലൂടെ ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ പിടിച്ചെടുക്കാൻ സാധിച്ചതായും ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നേരിയ തോതിൽ കുറയാൻ കാരണമായതായും ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ വിപണി പഴയ അവസ്ഥയിലേക്ക് മടങ്ങുമെന്നും 2026 തുടക്കത്തിൽ അയവ സന്ദർശന വേളയിൽ താൻ കണ്ടൊരു ഗാലന് $1.85 എന്ന കുറഞ്ഞ നിരക്കിലേക്ക് പെട്രോൾ വിലയെ താൻ ഉടനെ തന്നെ താഴ്ത്തുമെന്നും ട്രംപ് വാർത്താലേഖകരോട് പറഞ്ഞു. വിലക്കയറ്റ നിരക്കുകൾ തുടർച്ചയായി 3-ാം മാസവും കുതിച്ചുയരുന്നത് വരാനിരിക്കുന്ന നവംബറിലെ മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം പുനരാരംഭിക്കുകയും ഹോർമൂസ് കടലിടുക്ക് ഉപരോധം ഇറാൻ കർശനമായി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വിലയൊക്കെ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എന്നതാണ് ശ്രദ്ധേയം.